പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ഷിബു. ഞാൻ വയനാട്ടിലെ പുൽപ്പള്ളിയിൽ നിന്ന് വരുന്നു. കാരണം എനിക്ക് പറയാൻ വാക്കുകളില്ല. കാരണം എൻ്റെ മോൻ ഇവിടെ വന്ന് നിൽക്കണത് തന്നെ അത് മതി എനിക്ക് സാക്ഷ്യം. കാരണം ഉണ്ടല്ലോ, കണ്ണുനീരിനെ കാണുന്ന ദൈവം ഒരിക്കലും നമ്മുടെ കണ്ണുനീര് പറയാൻ പറ്റില്ല. കാരണം ഉണ്ടല്ലോ, എൻ്റെ മോനോട് ഞാനൊരു ധ്യാനം കൂടാൻ പറഞ്ഞു. പല സ്ഥലത്തും ഞാൻ ബുക്ക് ചെയ്തു, പക്ഷെ ഇതുവരെ എൻ്റെ മോൻ പോയില്ല. പക്ഷേ ഈ ധ്യാനത്തിന് വരാനായിട്ട് സത്യം പറഞ്ഞാൽ എൻ്റെ മോൻ്റെ ഫോണ് പോയതാണ് എൻ്റെ മോൻ വരാൻ കാരണം ഫോണ് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, വരണമെങ്കിൽ പപ്പ ഫോണ് റെഡിയാക്കി തരണമെങ്കിൽ ധ്യാനത്തിന് വരണം. അവൻ വന്നു. കാരണം 12 മണിക്ക് എണിക്കാത്ത മോൻ ഇവിടെ 4:30 5 മണിക്ക് എണിക്കുമ്പോൾ ഉണ്ടല്ലോ, പറഞ്ഞാൽ മനസ്സിലാവില്ല ആർക്കും. എന്നെ അറിയുന്നവർക്കറിയാം ഈ വിഷമം എന്തുമാത്രം ഉണ്ടെന്ന്. പക്ഷേ ഞാൻ കഴിഞ്ഞ തവണ കൂടിയ ധ്യാനം ഒന്നുമല്ലായിരുന്നു. ഈ തവണ ധ്യാനം കൂടിയിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. കാരണം ഒരു പാട്ട് പോലും എനിക്ക് ആസ്വദിക്കാൻ പറ്റിയില്ല. കാരണം ഞാൻ വീണുപോയി. ഇത്രയും നല്ല പാട്ടുകൾ പാടിയിട്ട് ഒരെണ്ണം പോലും എനിക്ക് കേൾക്കാനും പറ്റില്ല. പക്ഷെ അവിടെ ഇരുന്ന് കേട്ടു. പക്ഷെ ഈ ഒരു ധ്യാനത്തിൽ കിട്ടിയ അനുഭവം, എൻ്റെ ശരീരം മുഴുവൻ ഇപ്പോഴും അതിൻ്റെ ടച്ചാണ്. കാരണം മാതാവിൻ്റെ അടുത്ത് ഞാൻ തെറിച്ച് വീഴുമോ എന്നുള്ളൊരു പേടിയാണ്. അത്രയ്ക്ക് അഭിഷേകം. കാരണം ഈ ധ്യാനം തുടങ്ങി ഇന്നൊക്കെ ആരാധന നടത്തുമ്പോഴൊക്കെ ഈശോ ഇറങ്ങി വന്ന് ഈ ഹാള് മുഴുവൻ എല്ലാ മക്കളെയും ഇങ്ങനെ തൊടുന്നു. മാതാവ് ഇങ്ങനെ ഇറങ്ങി പോവാണ്. എല്ലാ മക്കളുടെ കരയുന്ന മക്കളെ ചേർത്ത് പിടിക്കുന്നു. സാരി മാതാവ് ഇങ്ങനെ എല്ലാവരും ചേർത്ത് പിടിക്കുന്നു. കാവൽമാലാഖമാർ ഗബ്രിയേൽ, സ്വർഗം ഇന്നിവിടെ ഇങ്ങനെ ഇറങ്ങുക. സ്വർഗം സന്തോഷിക്കുന്ന ഞാൻ കണ്ടത്. അതുപോലത്തെ അഭിഷേകം, പറഞ്ഞാൽ പറയാത്ത അഭിഷേകമായിരുന്നു എനിക്ക് കിട്ടിയത്. എന്തുമാത്രം അഭിഷേകമായിരുന്നു. ഏറ്റവും കൂടുതൽ എനിക്ക് സന്തോഷം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ മോന് മാതാവിൻ്റെ മടി, എൻ്റെ മക്കൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെ, ഇനി എൻ്റെ ജീവിത പങ്കാളിയുണ്ട്, അവരെയും കൊണ്ടുവരണം. കാരണം കഴിഞ്ഞ തവണ ഞാൻ ഒറ്റയ്ക്കാണ് വന്നത് ധ്യാനം കൂടിയത്. ഈ തവണ വന്നപ്പോൾ ഞാൻ 8 പേരെയും കൊണ്ടാണ് വന്നത്. ഇനി അടുത്ത തവണ വരുമ്പം അതിൽ കൂടുതൽ ആൾക്കാർക്ക് കൊണ്ടുവരണം. ഇത് ഒന്നാമത്തെ കാര്യം. ഈ രക്തക്കണ്ണീർ ജപമാല കൊടുത്തു കഴിഞ്ഞാൽ അവർ പറയുന്നറിയോ, രക്തക്കണ്ണീർ ജപമാലയൊക്കെ ഞങ്ങൾ ജപമാല ചൊല്ലുന്നുണ്ടെന്ന് പറയും. പക്ഷേ ഈ രക്തക്കണ്ണീർ ജപമാലേൻ്റെ അത് വേറെയാണ്. ഞാനൊരു 1000-1500 രക്തക്കണ്ണീർ ജപമാല ചൊല്ലിയിട്ടാണ് ഞാനിവിടെ വന്നത്. കാരണം എന്നെ ധ്യാനത്തിൽ കഴിഞ്ഞാൽ ബുക്ക് ചെയ്തപ്പം രക്തക്കണ്ണീർ ജപമാല ചൊല്ലാനായിട്ട് ആരും പറഞ്ഞില്ല. പക്ഷെ ഞാൻ ചൊല്ലിയില്ല. പക്ഷെ ഇവിടെ വന്നിട്ട് ഞങ്ങൾ രാത്രിക്കൊക്കെ ഞാൻ ചൊല്ലി. പക്ഷെ എൻ്റെ കൂട്ടത്തിൽ ഈ തവണ ടോണിയായിരുന്നു. ഞങ്ങൾ ഉറങ്ങാതിരുന്ന് ചൊല്ലുമായിരുന്നു. പിന്നെ ഈ